ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫെർട്ടിലൈസർ. ഇത് എപ്സം സോൾട്ട് ഒന്നും അല്ല കേട്ടോ. ഇത് ഭയങ്കര എന്താ പറയണത്, പൂ പിടിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ഫെർട്ടിലൈസറാണ്. ഹലോ, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലായ ഗോ ഗ്രീൻ പ്ലാൻ ലവറിലേക്ക് സ്വാഗതം. ഞാൻ അനിമ. ഇത് ഏത് ഫ്ലവർ ആണെന്ന് മനസ്സിലായോ? ഇത് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഇതിന്റെ ബഡ് കാണിച്ചിട്ടുണ്ട്. ഇത് അധികം അങ്ങനെ വിരിയാത്ത ഒരു പൂവാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിപ്പോ ദാ നല്ല അടിപൊളിയായിട്ട് മുഴുവനായിട്ടും വിരിഞ്ഞിട്ടുണ്ട്. ഇതിന് കുറേ പെറ്റൽസ് ഉണ്ട്. പിന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫ്ലവറിങ് ഫെർട്ടിലൈസറിനെ കുറിച്ചാണ്. അതായത് കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഫ്ലവർ ചെയ്യാനായിട്ട് എന്തൊക്കെ കൊടുക്കണം എന്നുള്ളത്. എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചെടിക്ക് നല്ല ആരോഗ്യമുണ്ട്, അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇലകളാണ്, അതുപോലെ തന്നെ നല്ല ആരോഗ്യമുള്ള ചെടിയാണ്, ഒരു കേടുപോലും ഇല്ല, പക്ഷെ പൂ വരുന്നില്ല എന്നുള്ളത്. അപ്പോ അടീനിയത്തിനാണെങ്കിൽ ഞാൻ പറയും ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലവർ ചെയ്യും എന്നുള്ളത്. ഇപ്പോ ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഈ പ്ലാന്റ് ഉണ്ടല്ലോ, ഇത് നല്ല വലിയ കോഡക്സ്. ഇത് ആദ്യം ഒട്ടും വളർച്ചയില്ലാത്തൊരു ചെടിയായിരുന്നു. അപ്പൊ ഞാനിത് ഒന്ന് രണ്ട് പ്രാവശ്യം പ്രൂണിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് നല്ല രീതിയിൽ ഫ്ലവർ ആയത്. പിന്നെ മറ്റുള്ള ഫ്ലവറിങ് പ്ലാന്റ്സിന്റെ കാര്യം ചോദിക്കണമെങ്കിൽ ഞാൻ ഈ ഉപയോഗിക്കുന്ന ഈ സാധനം, ഇത് ഒരു NPK ഫെർട്ടിലൈസർ ആണ്. നിങ്ങൾ പലരും ഒരുപാട് ചെടികളും പൂക്കൾ ഉള്ളവര്, പൂച്ചെടികളുള്ളവർ ഉപയോഗിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോ നമുക്ക് അതെന്താന്ന് നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ഫെർട്ടിലൈസർ NPK. ഇതിൽ N0P52K34, അതായത് മോണോ പൊട്ടാഷ്യം ഫോസ്ഫേറ്റ്. ഇത് ഞാൻ ആ ഗാർഡൻ ഷോപ്പിൽ ഞാൻ എപ്പോഴും പോകാറില്ല. അവിടെ ചെന്നപ്പോ ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു തന്നതാണ്. പിന്നെ ഞാൻ ഒന്ന് രണ്ട് പേരുടെ അടുത്തൊക്കെ അന്വേഷിച്ചപ്പോഴും ഫ്ലവറിങ് കൂടാൻ എപ്പോഴും ഇതാണ് നല്ലത്. പിന്നെ ഞാൻ ഇത് മേടിച്ചിട്ട് ഇപ്പോ 2021 മേടിച്ചതാണ്. അന്ന് ഇതിന്റെ പ്രൈസ് എന്ന് പറയണത് 290 ആണ്. ഇപ്പൊ എത്രയാണെന്നൊന്നും അറിയില്ല. നമ്മൾ ഇതൊരു വീഡിയോ കണ്ടന്റിന് വേണ്ടിയിട്ട് ഒന്നും പറയണതൊന്നുമല്ല. ഞാനിത് ഉപയോഗിച്ച് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് നിങ്ങളുടെ അടുത്തും ഇത് ഒന്ന് ഷെയർ ചെയ്യണത്. പിന്നെ ഇത് ഇതാ ഇങ്ങനെയാണ് ഇരിക്കണത്. ഒരു നമ്മുടെ എപ്സം സോൾട്ട് പോലെയൊക്കെ തന്നെയാണ് ഇരിക്കണത്. അത് ഒരു 5 ഗ്രാമോളം 1 ലിറ്റർ വെള്ളത്തിൽ എടുത്തിട്ട് നമുക്ക് ചെടികളുടെ ചോട്ടിലും ഇലകളിലും സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇപ്പോ നമ്മുടെ ഫെർട്ടിലൈസർ ഈ സ്ക്വയറിലാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ എപ്പോഴും ഒന്നും ഉപയോഗിക്കാറൊന്നുമില്ല കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ മഴക്കാലത്ത് ഒരു വളങ്ങളും എന്റെ അടീനിയത്തിന് ഞാൻ ഒരു വളവും ചെയ്യാറില്ല. പിന്നെ ഇതിന്റെ ഫ്ലവറിങ്, അടീനിയത്തിന്റെ ഫ്ലവറിങ് എന്നൊക്കെ പറയുമ്പോൾ ഒരു നല്ല ചൂട് സമയമൊക്കെ ആകുമ്പോഴത്തേക്കുമാണല്ലോ, ഒരു ജനുവരി ഒക്കെ തുടങ്ങി. അപ്പൊ ഒന്ന് കൊടുക്കും. എപ്പോഴും ഒന്നുമില്ല, ഇടക്കൊക്കെ ഒന്ന് ഫ്ലവറിങ് മോശമാണെന്ന് തോന്നുന്ന സമയത്ത് കൊടുക്കാറുണ്ട്. അല്ലാതെ നമ്മൾ സ്ഥിരമായിട്ടൊന്നും ഈ കെമിക്കൽ ഫെർട്ടിലൈസർ ഒന്നും ഞാൻ അധികം ഉപയോഗിക്കാറൊന്നുമില്ല. ഇപ്പൊ വേനലായ പിന്നെ നമ്മൾ രണ്ടും കെമിക്കലും കൊടുക്കും, ഓർഗാനിക്കും കൊടുക്കും. അപ്പോ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഈ കുഞ്ഞു ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെപ്പോലുള്ള കുഞ്ഞു കുഞ്ഞ് യൂട്യൂബേഴ്സിന് ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റൂ. ഓക്കെ, അപ്പോ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.